ഇന്നത്തെ ക്ലാസ് ഹയറിൻ്റെ ക്ലാസ്സാണ്. ഹയറിൻ്റെ സെക്കൻഡ് പേപ്പർ. ഓക്കെ, ഒരുപാട് കുട്ടികൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. വേർഡ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ആ വേർഡ് എടുത്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്, ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പേപ്പർ A4 ആക്കിയെടുക്കുക. മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ A4 ആക്കിയെടുക്കുക. പേജ് ലേഔട്ടിലാണ് സൈസിൽ A4 ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞു വർക്ക് ചെയ്യുന്നതിന് മുൻപ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, A4 ആക്കിയിട്ടു അല്ലേ. അതിനുശേഷം എന്താണ്, ഹോം എടുത്തിട്ട് ഹോം മെനുവിൽ കേട്ടോ, ഹോം മെനുവിൽ ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നതിന് ശേഷം എന്ത് കൊടുക്കുക, കുറച്ചും കൂടി സൂമിലിടുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് അത് സൂം ചെയ്തിട്ടിടുന്നുണ്ട്. സൂം ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ A4 ഇട്ടു കേട്ടോ. ഹോം എടുത്തതിന് ശേഷം പേജ് ബോർഡറാണ് ആദ്യം ഇടുന്നത്. എന്താണ് പേജ് ബോർഡർ? ആദ്യം A4 ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുത്തു, ഈ ഭാഗത്തായിട്ട് കേട്ടോ, ഹോം മെനുവിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, കുറേ കുട്ടികൾ ബോർഡറാണോ വേണ്ടത് പേജ് ബോർഡറാണോ വേണ്ടതെന്ന് കുറേ ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പേജ് ബോർഡർ എടുത്താൽ മതി, ബോർഡർ എടുക്കണ്ട, പേജ് ബോർഡർ എടുത്താൽ മതി. അതിനുശേഷം എന്ത് കൊടുക്കണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയാണോ സ്റ്റൈലുള്ളത് അതെന്ത് ചെയ്യണം, സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വന്നു, സെക്കൻഡ് പേപ്പർ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഏക്കറസി നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ A4 പേപ്പർ ഇട്ടു, അതിനുശേഷം പേജ് ബോർഡർ ഇട്ടു. ഇപ്പോൾ തന്നെ മാർക്ക് ഇങ്ങനെ വന്നു. ഇനി അടുത്തതായിട്ട് എന്താണ്, ഫസ്റ്റ് തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്താ വരുന്നത്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വേഡ് ആർട്ട് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ ഷെയ്ഡ്സിൽ നിന്ന് ടൂൾസുകളായിരിക്കും ഇടുന്നത്. എന്ത് വന്നാലും കുഴപ്പമില്ല, എന്ത് ചെയ്യണം, 2-3 പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ല പോലെ നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടേബിളിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. അലൈൻമെൻറ്റ് അല്ലേ, ടെക്സ്റ്റ് ഡയറക്ഷൻ. എന്താണ് ടെക്സ്റ്റ് ഡയറക്ഷൻ? എന്താണ് ടെക്സ്റ്റ് ഡയറക്ഷൻ? ഇങ്ങോട്ട് തിരിച്ചെഴുതുക അല്ലേ, വെർട്ടിക്കലായിട്ട് എഴുതുക, അങ്ങനെ അതിനെയാണ് പറയുന്നത് ടെക്സ്റ്റ് ഡയറക്ഷൻ. പിന്നെ അതിൽ കുറച്ച് എന്താ പറയുക, മെർജ് സെൻറ്റർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്ര കോളം വേണം, എത്ര റോ വേണമെന്ന് നമ്മുടെ പേപ്പറിൽ നിന്ന് നമ്മൾ എണ്ണി നോക്കുക. എത്ര കോളം വേണം, എത്ര റോ വേണം. ഓക്കെ, അപ്പോൾ എൻ്റെ പേപ്പറിൽ ഞാൻ പറയാം, 3, 4, 5, 6, 7 പേപ്പറാണ്, 7 കോളാണ്. എന്താണ് 7 കോളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, റോ എത്ര എണ്ണം ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇൻസെർട്ടിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. 7 അല്ലേ, 7 എടുത്തു. പിന്നെ അതുപോലെ തന്നെ റോയും കൂടി കൂട്ടിയെടുക്കുക. 7 എന്താണ് റോ ആണ് നമുക്ക് വേണ്ടത്, 7 റോ. ഓക്കെ, അപ്പോൾ 7 റോ നമുക്ക് എന്ത് ചെയ്യാം, 7 റോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് കൊടുക്കണം, അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് നോക്കാം. എത്ര തൊട്ട് എത്ര വേണം എന്നുള്ളത് ശരിയാക്കാം അല്ലേ. എന്ത് മെർജ് ആൻഡ് സെൻറ്റർ എത്ര തൊട്ട് എത്ര വേണം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഫുള്ള് റോയും ഇതുപോലെ എണ്ണിയെടുക്കില്ലേ, 1, 2, 3, 4, 5 അങ്ങനെ കോളം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്നതാണ് റോ അല്ലേ. അപ്പോൾ ഇതുപോലെ റോ എത്ര ഉണ്ടെന്നും നമ്മൾ കണക്കാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ റോ വരുന്നത് 2, 3, 4, 5, 6, 7 റോ ഉണ്ട് അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 8 എണ്ണം ഉണ്ട് അല്ലേ. 8 എണ്ണം വേണ്ട, നമുക്ക് 7 എണ്ണം മതി. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് റോയും കോളവും കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വരുന്നതാണ് അല്ലേ. ഞാൻ പറഞ്ഞിപ്പോൾ തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ളും ചെയ്യണതല്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു കോളം മാത്രമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മെർജ് ആൻഡ് സെൻറ്ററാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, മെർജ് സെല്ല് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് മെർജ് സെല്ല്
ഓക്കെ അല്ലേ? ഈ മെർജ് സെല്ലിൽ എന്താണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഈ ഒരു റോയും ഇവിടുത്തെ ഈ ഒരു റോയും നോക്കൂ കേട്ടോ. ഇതുപോലെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കുക. കേട്ടോ, ഫുള്ളായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഇതിനെയും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെർജ് ചെയ്യുക. ഏതൊക്കെയാണോ മെർജ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് മെർജ് ചെയ്ത് വെക്കുക ഫസ്റ്റ്. ഓക്കെ, അതിനുശേഷം ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ റൈറ്റ് ബട്ടൺ കേട്ടോ, ഈ ഭാഗത്ത് സെലക്ട് ചെയ്ത ഭാഗത്ത് മാത്രം വയ്ക്കുക, പുറത്തല്ല. ഇവിടെ കൊണ്ടുവയ്ക്കുക, റൈറ്റ് ബട്ടൺ വയ്ക്കുക, മെർജ് സെല്ല് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? ഈ ഒരു റോയും മെർജ് ആൻഡ് സെൻറ്റർ ആയി കിട്ടി. ഓക്കെ, ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ വേഗം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ പ്രശ്നമൊന്നുമില്ല, സീരിയൽ നമ്പറാണ്, നേരെ തന്നെ ചെയ്തിട്ടുണ്ട്. ടെൻഡർ റെഫറൻസും നേരെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റെഫറൻസ് നമ്പറുണ്ട് മൂന്നാമത്തേൽ. അതെങ്ങനെ എന്താ പറയുക, ടെക്സ്റ്റ് ഡയറക്ഷൻ ഇങ്ങനെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുക, റെഫറൻസ് നമ്പർ അല്ലേ കണ്ടത്, ഇവിടെ റെഫറൻസ് നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ, റെഫറൻസ് അല്ല സോറി, രജിസ്റ്റർ നമ്പറാണ് .NO രജിസ്റ്റർ നമ്പർ. ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന്. ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്ത് കൊടുക്കണം? ടെക്സ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു സെല്ലിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണോ ടെക്സ്റ്റ് വേണ്ടത്, ഇങ്ങനെയാണോ വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ഇരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നോക്കി കണ്ടോ, ഇതേപോലെ വന്നു. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? എന്നിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ റൂളറിൻ്റെ ഇവിടെ ടോപ്പിലായിട്ട് ഇവിടെ കണ്ട 2 ഏരോ വരും കണ്ടോ. അത് മൂവ് ദ ടേബിൾ കോളംസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ അങ്ങോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് തെറ്റിക്കുന്നത്. അതുകൊണ്ടാണ് തെറ്റിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. 1 2 3 4 5 അഞ്ചാമത്തെ കോളത്തിൽ അല്ല 6ാമത്തെ കോളത്തിലും എങ്ങനെയുണ്ട്? ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ സെലക്ട് ചെയ്തിട്ട് വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ, രജിസ്റ്റർ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ സെയിം തന്നെയാണ്. ഇവിടെയും രജിസ്റ്റർ നമ്പർ ഇവിടെയും രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആണെങ്കിൽ വേറെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? ഇവിടെ വെച്ചിട്ട് കൊടുക്കണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ടെക്സ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്റാണ് വന്നിരിക്കുന്നത്, സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വന്നു കണ്ടോ. അപ്പോൾ ഇങ്ങനെയും വന്നു. ഇനി തൊട്ടടുത്തതിൽ ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ അത് നിങ്ങൾക്ക് നേരെ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇത് എത്രാമത്തെ കോളമാണെന്ന് പറയാം. 1 2 3 4 5 6 6ാമത്തെ നോക്കൂ കേട്ടോ. അപ്പോൾ 6ാമത്തെ ഇതിൽ കിടന്ന് നോക്കൂ. 1 2 3 4 5 6 അല്ലേ? 6ാമത്തെ കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇത്രയും ഭാഗമുണ്ട്. ഇത്രയും ഭാഗം ഏതാണ്? ഈ ഒരു ലാസ്റ്റത്തെ 2 റോ ഒഴിച്ചിട്ട് ബാക്കി ഇത്രയും ഭാഗം എന്ത് കൊടുത്തിട്ടുണ്ട്? മെർജ് ആൻഡ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് അടിച്ചിട്ട് എന്ത് കൊടുക്കണം? മെർജ് സെല്ല് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? ഈ ഒരു ഇതും മെർജായി, ഇതും മെർജായിട്ടുണ്ട്. ഓക്കെ, ഇത് മെർജായിട്ടില്ല, ഇത് നമ്മുടെ കോളം തന്നെയാണ് അല്ലേ, സെല്ല് തന്നെയാണ്. ഇത് മെർജായിട്ടുണ്ട്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തമിഴ്നാട് എന്നാണ് കണ്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുത്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ തമിഴ്നാടും ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ ഒരു കോളത്തിൻ്റെ അവിടെ വെച്ചിട്ട് കുറച്ചും കൂടി ഡ്രാഗ് ചെയ്യുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കുറേ തെറ്റിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി കണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് ഫില്ലാക്കുക. ഇവിടെ സീരിയൽ നമ്പറാണ്, അതുപോലെ തന്നെ ഇവിടെ 1 2 3 4 ആണ്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് മാറ്റർ നേരെ കാണുന്നുണ്ട്, അതും ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇതങ്ങോട്ട് അവസാനിച്ചു. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബോക്സ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ മെർജ് ആണോ, എന്തൊക്കെ മെർജ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡയറക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് വേറെ കുറച്ചും കൂടിയും കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഈ ഒരു സെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഈ ഒരു സെല്ല് ശ്രദ്ധിച്ചില്ലേ? ഈ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ രജിസ്റ്റർ നമ്പർ ഇരിക്കുന്നത്. ഒരു ഭംഗിയില്ല അല്ലേ? ഈ 2-3 സെല്ലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. നെക്സ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എവിടേക്കാണോ നമുക്ക് അലൈൻമെൻറ്റ് കൊടുക്കേണ്ടത് അത്രയും മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം സെൽ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലെ സെൻറ്റർ കണ്ടോ? ഇവിടുത്തെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ സെൻറ്റർ കണ്ടോ? അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് കണ്ടോ? ഇനി ഇതിൻ്റെ സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കൂ കേട്ടോ, ഇത് ഒന്നുകൂടി ഒന്ന് ചെയ്യണേ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിരുന്ന് കൊടുക്കണം. ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിരുന്ന് കൊടുക്കണം. സെൽ അലൈൻമെൻറ്റിൽ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇതുപോലെ ഓരോ സെല്ലുകളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ ഒരു സെല്ലിൽ നോക്കി, ഈ ഒരു സെല്ലിൽ നോക്കിയേ, ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് സെൻറ്ററും ലെഫ്റ്റും റൈറ്റും പോകുന്നത് അല്ലേ? അപ്പോൾ ഒരു സെല്ലിൻ്റെ സെൻറ്റർ വരാൻ എന്താ ചെയ്യേണ്ടത്? സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൽ അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സെൽ അലൈൻമെൻറ്റിൽ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കൊടുക്കുക, അപ്പോൾ അങ്ങോട്ട് വരും. ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൽ അലൈൻമെൻറ്റിൽ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എന്ത് കൊടുക്കണം? സെൽ അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക. അപ്പോൾ ഇത് സെൻറ്റർ വന്നില്ലേ? ഓക്കെ, ഇത് ശരിയായില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാതും ഏതൊക്കെയാണോ സെൻറ്റർ വരുത്തുന്നത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റർ വരുത്താൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടുകൂടി എന്ത് കഴിഞ്ഞു? ടേബിൾ ക്രിയേഷൻ കഴിഞ്ഞു. ഇതിലെ ഹയറിലെ സെക്കൻഡ് പേപ്പറാണ് ചെയ്യുന്നത്. നല്ല ടഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് പുറത്ത് കൊണ്ട് വെച്ചതിന് ശേഷം എന്ത് കൊടുക്കണം? ഇൻസർട്ട് മെനുവിൽ നിന്ന് വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി വേർഡ് ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു ഫസ്റ്റത്തെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ട്രാൻസ്ഫോമിംഗ് കൊടുത്തു. TRANSFORMING കൊടുത്തു. നെക്സ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? ഇതുപോലെ കണ്ടോ, ലോക്കാണ് കണ്ടോ, ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രാഗ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് റാപ്പിംഗ് ക്ലിക്ക് ചെയ്തിട്ട് ഇനി ടൈറ്റ് ക്ലിക്ക് ചെയ്യുക. കേട്ടോ, ഓക്കെ, ഇപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോക്ക് വിട്ടു അല്ലേ? ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പം കൂടി, കുറച്ചും കൂടി നമ്മളിവിടെ ഈ കോർണറിൽ വെച്ചിട്ട് ചെറുതാക്കണമെങ്കിൽ അത് ചെറുതാവുകയും ചെയ്യും. വേണമെങ്കിൽ സെൻറ്ററിലേക്കൊക്കെ എടുത്ത് മാറ്റി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? എങ്ങനെയാണ് എടുക്കുന്നത്? വേർഡ് ആർട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം. ഓക്കെ, എല്ലാതും വരുന്നുണ്ട് ഹയറിൽ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്തതായിട്ടൊരു പാരഗ്രാഫ് അടിച്ചിട്ടുണ്ട്. പാരഗ്രാഫ് അടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പാരഗ്രാഫ് നമ്മൾ അടിച്ച് വരുമ്പോൾ എൻ്റർ ചെയ്യാൻ പാടില്ല കേട്ടോ. കുറേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, പക്ഷെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, അങ്ങനെ എൻ്റർ ചെയ്യുന്നുണ്ട്. NITI ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കാം. Ayog is mandated to monitor, coordinate and ensure implementation of the SU systematic plan. അടിച്ചു അല്ലേ? ഈ ഒരു ലൈൻ കഴിഞ്ഞിട്ടതിന് ശേഷം ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ചില കുട്ടികൾ എൻ്റർ ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്യാൻ പാടില്ല. എന്നിട്ട് സ്പേസ് അടിച്ചിട്ട് നേരെ അടുത്ത ലൈനും ഇങ്ങനെ നേരെ അടിച്ച് പോവുക. പാരഗ്രാഫ് കഴിഞ്ഞാൽ മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ആ പാരഗ്രാഫിനെ ഈ ലെഫ്റ്റ് അലൈൻ ഈക്വൽ ആയിരിക്കും, റൈറ്റ് അലൈൻ ഈക്വൽ അല്ല. അപ്പോൾ അങ്ങനെ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒന്ന് കഴ്സർ കൊണ്ട് വെച്ചാൽ മതി. പാരഗ്രാഫിൽ കൊണ്ട് കഴ്സർ വെച്ചിട്ട് CTRL-J അടിച്ചാൽ മതി കേട്ടോ. CTRL-J അടിച്ചാൽ എന്താവും? ജസ്റ്റിഫൈ ആവും. ജസ്റ്റിഫൈ മീൻസ് റൈറ്റ് അലൈൻ കറക്റ്റ് ആവും. അപ്പോൾ മനസ്സിലായല്ലോ? പിന്നെ അണ്ടർലൈൻ എന്താണ്? CTRL-U ആണ്. CTRL-U. ക്ലിയർ? ഇനി അടുത്തതായിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. അതിൻ്റെ അടിയിൽ കോളംസ് ആണ് ചെയ്യുന്നത്. എന്താണ് കോളംസ്? ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കോളാണ് ചെയ്യാൻ പോകുന്നത്.
കോളംസ് ആയിട്ടാണ് തരുന്നത്. കുറേ കുട്ടികൾ കോളംസ് ആയിട്ട് തരുമ്പോൾ അത് വിടുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ കോളംസ് വേറെ ഒന്നുമില്ല, ഇങ്ങനെ 3 ഭാഗമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോളംസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ നേരെ സിംഗിളായിട്ട് നോക്കൂ കേട്ടോ. ഇങ്ങനെ കോളംസ് ആയിട്ടല്ല ചെയ്യേണ്ടത്, നേരെ നേരെ അടിച്ചു പോവുക കേട്ടോ. ആ കോളം തിരിച്ചിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല, നേരെ ഇങ്ങനെ അടിച്ചു പോവുക. പാരഗ്രാഫ് എന്ത് ചെയ്യുക, എത്തിയതിന് ശേഷം ഇവിടെ പാരഗ്രാഫ് എത്തിയതിന് ശേഷം ഇവിടെ വെച്ചതിന് ശേഷം കേട്ടോ, ഈ ഒരു ലാസ്റ്റ് കഴ്സർ വെച്ചിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ എന്ത്, കോളംസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം കഴ്സർ ഉള്ളിൽ ഉണ്ടായാൽ മതി. ഏത് കോളത്തിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം, കഴ്സർ ഉണ്ടായാൽ മാത്രം മതി. എന്നിട്ട് കോളംസ് എടുത്തിട്ട് 3 കോളം നമ്മൾ ചെയ്തെന്നായിരിക്കും. അപ്പോൾ 3 കോളായിട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക, ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക, കോളംസ് തിരിക്കുക. 2 ആണെങ്കിൽ 2 കോളായിട്ട് വരും കണ്ടോ, ഇങ്ങനെ കണ്ടോ. 3 ആണെങ്കിൽ 3 കോളായിട്ട് വരും, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിളായിട്ട് വരും. ഈ ഭാഗം ചെറുത് ഈ ഭാഗം വലുത് അങ്ങനെയായിട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വേണം എൻ്റർ അടിച്ചിട്ട് കേട്ടോ. എങ്ങനെയാണ് പറയുന്നത്, ഇതേപോലെ ലാസ്റ്റ് കഴ്സർ വെച്ചിട്ട് എൻ്റർ ചെയ്യണമെന്ന്. അതിന് ശേഷം എന്ത് കൊടുക്കണം, ഇങ്ങനെ സെലക്ട് ചെയ്യുക, കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇതുപോലെ ഇങ്ങനെ എന്ത് കൊടുക്കുക, 3 കോളായിട്ട് വന്നിരുന്നു കണ്ടോ. ചില കുട്ടികൾക്ക് അത് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കൊടുക്കുക, ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യണം, ഇവിടെ വെച്ചിട്ട് ഡോട്ടിൻ്റെ അവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്യാം, എന്നാൽ മാത്രമേ അത് വരുള്ളൂ. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ടടിയിലേക്കൊക്കെ സെലക്ഷൻ വരും, അതൊന്നും വരാൻ പാടില്ല. നേരെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക. നെക്സ്റ്റ് കോളംസ് ക്ലിക്ക് ചെയ്യുക, 3. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇപ്പോൾ കോളമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ്, അത് കഴിഞ്ഞു. ഇനി ഡ്രോപ്പ് ക്യാപ്പ് ഉണ്ട്. ഡ്രോപ്പ് ക്യാപ്പ് എന്താണ്, ഡ്രോപ്പ് ക്യാപ്പ് തൊട്ട് ഫസ്റ്റത്തെ അക്ഷരം മാത്രം എന്താവും, ഡ്രോപ്പ് ക്യാപ്പ് ആവും. ഒന്ന് കയറി ഇറങ്ങി നിൽക്കുന്ന സംഭവമാണ് ഡ്രോപ്പ് ക്യാപ്പ്. നമുക്ക് നോക്കാം ഡ്രോപ്പ് ക്യാപ്പ് എവിടെയാണെന്ന്. ഇതേപോലെ ഇൻസർട്ടിൽ തന്നെയാണ്, വേഡാട്ടും ഡ്രോപ്പ് ക്യാപ്പും ഒക്കെ ഇൻസർട്ടിൽ തന്നെയാണ്. ഡ്രോപ്പ് ക്യാപ്പ് ക്ലിക്ക് ചെയ്യുക കണ്ടോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി കണ്ടോ, ഈ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റൈല് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇതേ സ്റ്റൈല് നിൽക്കും. വ്യൂ മെനുവിൽ 100 ക്ലിക്ക് ചെയ്യുമ്പോൾ സൂം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 200 ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്തിരി സൂമായിട്ട് കണ്ടോ, ഇതേപോലെ കാണുന്നില്ലേ കണ്ടോ. ഇതിനെയാണ് ഈ ഒരു ഇങ്ങനെ താഴത്തോട്ട് അതിൻ്റെ വലുതായി കാണാൻ ഞാൻ എന്ത് പറയുന്നത് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ സംഭവവും വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു പിക്ചർ നമുക്ക് എഡിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. ഇതിൻ്റെ തൊട്ടടിയിൽ ഈ ഒരു പാരഗ്രാഫിൻ്റെ തൊട്ടടിയിൽ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ ഒന്നും കൂടി ഞാനൊന്ന് 100-ലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ്, ഈ ഭാഗത്തായിട്ട് ഒരു പിക്ചർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിക്ചർ എങ്ങനെയാണ് പിക്ചർ എടുക്കുന്നത്, അതിനാണ് ക്ലിപ്പ് ആർട്ട്. എല്ലാതും ഇൻസർട്ടിൽ തന്നെ ഉണ്ട്. ക്ലിപ്പ് ആർട്ട് കണ്ടോ, ക്ലിപ്പ് ആർട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ക്ലിപ്പ് ആർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് അതിൽ ഓർഗനൈസ് ക്ലിപ്സ് എടുക്കുക. എന്താണ് ഓർഗനൈസ് ക്ലിപ്സ് എടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഈ ഒരു ഭാഗത്തായിട്ട് ഓഫീസ് കളക്ഷൻസ് എന്ന ഫോൾഡർ ഉണ്ടാകും, അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അനിമൽസ് ആണോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അനിമൽസ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടെങ്കിൽ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ എഡിറ്റ് ചെയ്തോളൂ, അതിനായിട്ട് നേരം കളയരുത്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്താൽ മതി, സെലക്ട് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു പിക്ചറാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാകും. നെക്സ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്ത് കളയുക. ഇവിടെയും ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നിട്ടുണ്ടാകും. എല്ലാന്നുണ്ടെങ്കിൽ നോക്കട്ടോ, ഇവിടെ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ചെയ്യുകയാണ്. എന്ത് ചെയ്യണം, ഒന്ന് കഴ്സർ വെച്ചിട്ട് എൻ്റർ ചെയ്ത് ഈ ഭാഗത്താണ് പിക്ചർ വരുന്നത്. ക്ലിപ്പാർട്ട് കൊടുത്തു. ക്ലിപ്പാർട്ട് കൊടുത്തതിന് ശേഷം ഈ ഭാഗത്ത് വന്നു, ഓർഗനൈസ് ക്ലിപ്സ് കൊടുത്തു. നെക്സ്റ്റ് എന്ത് കൊടുത്തു, ഓഫീസ് കളക്ഷൻസ് ഡബിൾ ക്ലിക്ക് ചെയ്തു. അഗ്രികൾച്ചർ എന്നുള്ള ഒരു പിക്ചറാണ് വേണ്ടത് അല്ലേ, അഗ്രികൾച്ചറിൽ ഒരു പിക്ചറാണ് വേണ്ടത്. നെക്സ്റ്റ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാനാണ് പറഞ്ഞത് കണ്ടോ. ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു പിക്ചറിനെ എന്ത് ചെയ്യണം, ഈ കോർണർ പിടിച്ചിട്ട് ചെറുതാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുക, വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ പിക്ചറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കുറേ നേരം നോക്കി കളയരുത് സമയം. പിക്ചറുകളൊക്കെ ഏതെങ്കിലും ഒരു പിക്ചർ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു പിക്ചർ നോക്കി സെലക്ട് ചെയ്യാം കണ്ടോ. ഇതുപോലെ വന്നു. ഇനി ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഡബിൾ ക്ലിക്ക് കേട്ടോ, പിക്ചറിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ടെക്സ്റ്റ് റാപ്പിങ്ങിനോടത്ത് സ്ക്വയർ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്കായിട്ടുണ്ട്. പിന്നെ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ 2-3 ലൈനുണ്ട്, അതിനെന്ത് കൊടുത്തു, ഇതേപോലെ എന്ത് കൊടുത്തു, ബുള്ളറ്റ്സ് കൊടുത്തു കേട്ടോ, ബുള്ളറ്റ്സ് കൊടുത്തു. ബുള്ളറ്റ്സ് അറിയാലോ എല്ലാവർക്കും. ഇതുപോലെ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എൻ്റർ ചെയ്തിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് വീണ്ടും ചെയ്തിട്ടുണ്ട്. എന്ത് കൊടുക്കണം, സെലക്ട് ചെയ്തതിന് ശേഷം ബുള്ളറ്റ്സ് കൊടുക്കുക. ഓക്കെ, ബുള്ളറ്റ്സ് വന്നു. അതിന് തൊട്ടടിയിൽ എന്താ വന്നിരിക്കുന്നത്, ഷേപ്സ് ടൂളാണ് വന്നിരിക്കുന്നത്. ഷേപ്സ് ടൂൾ അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ഷേപ്സ് ടൂൾ ഇൻസർട്ടിൽ തന്നെയാണ്. ഇൻസർട്ടിന് ഷേപ്സ്, കുറേ ഷേപ്സ് കൊണ്ട് അതേ ഷേപ്സ് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കായിരിക്കും. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, തെറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള മാറ്ററാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് 50 മിനിറ്റാണ് തരുന്നത്. 50 മിനിറ്റിനുള്ളിൽ വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാവുന്നതാണ്. ഓക്കെ.